ഇനി കാണാൻ വന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ അറിവാണ്. അപ്പോൾ ഇപ്പോൾ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇനി അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്ക് സത്യഭാമയുടെ ആ വാഴ്ചയുടെ കാലം ഒന്ന് മങ്ങലേക്കാൻ പോവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം സത്യഭാമയുടെ മുന്നിൽ സ്ഥിരതയോടെ ഒരാൾക്ക് പിടിച്ച് ജയിക്കാൻ പറ്റത്തില്ല. ഇവിടെ സ്ഥിരത ഇല്ലാതെ അഭിനയിക്കുന്ന നമ്മുടെ ശ്യാമ സത്യഭാമ ഇടത്തുനിന്നും വലത്തുനിന്നും എല്ലാം ഒരുമിച്ചിട്ടൊരു അറ്റാക്കാണ്. സത്യഭാമയ്ക്ക് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കൊരവള്ളി വരെ ശ്യാമ എന്താണ് കുത്തിന് പിടിക്കുന്നുണ്ട്. അതായത് ആ ഒരു കുത്തിന് പിടിച്ച് കാണുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച. ചേച്ചിക്ക് അത്ര വലിയ തൻ്റെ ഇല്ലെങ്കിലും ശ്യാമ തീരെ മോശമൊന്നുമല്ല. ഇച്ചിരി വട്ടം അഭിനയിച്ചാലും ഇനി അങ്ങോട്ടേക്ക് ശ്യാമ അങ്ങ് തകർക്കാൻ പോകണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് എന്താണ്, ശാലിനിയെ കൊണ്ട് മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ശ്യാമ എന്താണ് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശാലിനി പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ. കാരണം ശാലിനിയാണ് തനിക്ക് എന്തെങ്കിലും ഒരു പേടി വന്നാൽ ശാലിനി മാത്രമേ തനിക്ക് കാണത്തുള്ളൂ എന്ന ഒരു അവസ്ഥയിലാണ് ശ്യാമയുടെ മനസ്സ്. ശ്യാമയ്ക്ക് അമ്മ ആരാണ് എല്ലാവരും അറിയാം. പക്ഷേ എന്നാലും ശ്യാമയ്ക്ക് എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ വിശ്വാസം തനിക്കൊരു പ്രതിസന്ധി വന്നാൽ തന്നെ രക്ഷിക്കാൻ തൻ്റെ കുഞ്ഞേച്ചി മാത്രമേ കാണത്തുള്ളൂ എന്ന ഒരു കുഞ്ഞു പ്രായത്തിന് ആ മനസ്സിൽ എവിടെയോ ശ്യാമ തങ്ങി നിൽക്കുക. അതിൽ നിന്ന് ശ്യാമ റിക്കവറായി ഇനി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്യാമയുടെ കൂടെ ശാലിനി വേണം. അപ്പോഴത്തേക്ക് എന്താണ്, ഈ സത്യഭാമയുടെ രോഹത്തിനൊക്കെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ ശ്യാമ പേടിച്ചെന്നാണ്, കുഞ്ഞിച്ചി എന്നെ വിട്ട് ഇനി എവിടെയും പോലെ കുഞ്ഞിച്ചി എൻ്റെ കൂടെ തന്നെ കാണുന്നത്. കൊണ്ടിട്ട് എന്താണ്, ശാലിനിയുടെ എന്താണ് വരിഞ്ഞ് മുറിഞ്ഞ് ശാലിനി അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ശ്യാമ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് സത്യഭാമയ്ക്ക് ഇതെന്തോ സംഭവിക്കുന്നത് ചോദിക്കുമ്പോഴത്തേ ആ ഗൈനൊക്കെ ഉണ്ടല്ലോ, ആ സീനിയർ ആയിട്ടുള്ള അവർ പറയുന്നുണ്ട്, ശ്യാമയുടെ അവസ്ഥ ഞാൻ പറഞ്ഞില്ല, ശ്യാമയ്ക്ക് ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ അയക്കും. അപ്പോഴത്തേക്കും ശ്യാമ എടുത്ത് വന്ന രോഹിത്തിൻ്റെ ശ്യാമ ഒറ്റ ചവിട്ട് പോലെ അങ്ങോട്ടേക്ക് തള്ളി. എന്താണ്, രോഹിത്തിന് ഇടുമ്പോഴത്തേക്കും രോഹിത്തിനെ പോലും മനസ്സിലാക്കാം. കാരണം തൻ്റെ ഭാര്യയാണ്. ഇപ്പം ശ്യാമ തള്ളിയത് രോഹിത്തിനെ അല്ല, അവളുടെ ഭർത്താവായ രോഹിത്തിനല്ല, ഏതോ ഒരു വ്യക്തി, അവളും അവളുടെ ചേച്ചിയും മാത്രമായിട്ടുള്ള ആ ഒരു സ്വകാര്യതയിൽ തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണോ എന്നൊരു ഭയത്തിനകത്താണ് രോഹിത്തിനെ പിടിച്ച് തള്ളിയത്. ശ്യാമയ്ക്ക് ആരെയും അത്ര വലിയ രീതി അറിയത്തില്ല. സ്വന്തം അമ്മയോട് പോലും ഉള്ളതിനേക്കാളൊക്കെ സ്നേഹം ശ്യാമയ്ക്ക് ഇപ്പം എന്താണ്, തനിക്ക് എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്നത് തൻ്റെ കുഞ്ഞേച്ചി എന്നതാണ് ശ്യാമയ്ക്ക് ഇപ്പം പ്രധാനം. അതുകൊണ്ട് ശ്യാമ ഇനി റിക്കവറായി വരണമെങ്കിൽ കുഞ്ഞേച്ചി തന്നെ വേണം. അപ്പം ലാസ്റ്റ് ഗതികേട് കൊണ്ട് എന്താണ്, ശ്യാമേനെ കൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഇവർ സമ്മതിക്കുമ്പോഴത്തേക്കും ഈ സത്യഭാമ പറയുന്നുണ്ട്, രോഹിത്തെ ശ്യാമയെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം, അതിന് വേണ്ട എന്താ വെച്ചാൽ ആരെ വേണമെങ്കിൽ നീ വിളിച്ചോ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ശാരദാമ്മ പറഞ്ഞിടുന്നു. അതിൻ്റെ അർത്ഥം മോളെ നീ അവളെ കൂടെ പോകുന്നത് സത്യാമ്മയ്ക്ക് ഒരു എതിർപ്പില്ലാന്ന് തന്നെയാണ് അർത്ഥം. ശാലിനിയും കൂട്ടിക്കൊണ്ടാണ് ഈ പറഞ്ഞ നമ്മുടെ രോഹിത് ശ്യാമേൻ എന്താണ് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ ശാലിനി, ശ്യാമ, അതുപോലെ തന്നെ ശാരദാമ്മ, ഇവർ 3 പേരും ഒരുമിച്ച് വരുന്നത് ശാലിനിയുടെ എന്താണ് ആ കളക്ടർ കാറിനകത്താണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഈ സത്യഭാമയും അതുപോലെ തന്നെ രോഹിത്തിന് മുന്നേ തന്നെ ഫസ്റ്റ് തന്നെ അവരുടേതായ ഉള്ള കാറിൽ പോവുകയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ വിഷ്ണുവിന് ഭയങ്കര ടെൻഷൻ. അപ്പം വിഷ്ണുവിന് ടെൻഷൻ കഴിഞ്ഞിട്ട് ഈ കാത്തി വന്നിരിക്കുന്നത്, വിഷ്ണുവിട്ട് എന്താ ഇത്ര ടെൻഷനകത്തിരിക്കുന്നത്, എന്തിനാ അങ്ങോട്ടേക്ക് നടക്കുന്ന, അകത്ത് വന്നിരുന്നൂടെ, അത് ശ്യാമയുടെ കാര്യം എന്താണെന്നറിയത്തില്ല, ശ്യാമയ്ക്ക് എന്ത് പറ്റിയെന്നറിയത്തില്ല എന്നൊക്കെ വന്നിട്ട് വിഷ്ണുവിൻ്റെ ആ ടെൻഷൻ കാണുമ്പോഴത്തേക്കും ഇനിയിപ്പം ഞാനാണ് കൊടുത്തതെങ്ങാണ് അറിയോ എന്നുള്ള രീതിക്ക് അത് പറയുമ്പം എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത കാര്യം ശ്യാമ എന്തുകൊണ്ടാണ് തല കറങ്ങി വീണെന്ന് ഇപ്പോഴും നമ്മുടെ വിഷ്ണുവിന് ആ ഒരു ഡൗട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, പൊന്നിച്ചേച്ചി മൊത്തം ആ വീട് മൊത്തം അരിച്ച് പറക്കി നോക്കിയിട്ട് അവിടെ ഒരു എണ്ണയോ ഒന്ന് വീഴാൻ വേണ്ടിയുള്ള ചാൻസ് ഉള്ള ഒരു സാധനം പോലും ആ പടിയിലൊന്നും കടവില്ല. എന്നിട്ട് ശ്യാമ എങ്ങനെ വീണെന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർത്തിക് അറിയാണ്ടങ്ങ് പറയുവാണ്, അത് ചിലപ്പോൾ ശ്യാമ തലകറങ്ങി വീണായിരിക്കും. വിഷ്ണു ഏട്ടാ, തലകറങ്ങി തന്നെ വീണാൻ തനിക്കെങ്ങനെ എത്ര അറിയാം? അല്ല അത് അങ്ങനെയല്ല, ശ്യാമ തലകറങ്ങി വീണായിരിക്കും ഞാൻ പറഞ്ഞത്. ശ്യാമ വീണിട്ട് പിന്നെ ശ്യാമയ്ക്ക് ബോധമില്ല എന്നല്ലോ, അപ്പം തലകറങ്ങി വീണത് കൊണ്ടായിരിക്കും അങ്ങനെ ബോധമില്ലാതെ ശ്യാമ വീണ. അങ്ങനെയാണല്ലേ. അപ്പോഴത്തേക്കും അയ്യോ ദൈവമേ രക്ഷപ്പെട്ട്, ഈ മത്സരി പറയുന്ന പണിയൊക്കെ കേട്ട് ഞാൻ എന്നെ തന്നെ പാര വെച്ചോ എന്നോ പേടിക്കാതെ തന്നെ നിൽക്കുവാണ് ഈ പറയുന്ന എന്തോ പറയുന്നത് കാർത്തിക. ഈ സമയത്താണ് ഇവരുടെ സംസാരം കേട്ടോ രാഘവേട്ടൻ മുറ്റത്തേക്ക് വരുമ്പം മാറ്റിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ രാഘവേട്ടൻ ചോദിക്കുക, എനിക്ക് അങ്ങോട്ടേക്ക് വരാവോ? അപ്പോഴത്തേക്ക് നമ്മുടെ വിഷ്ണു വയ്ക്കുക, അച്ഛൻ എന്തിനാ ഈ ഫോർമാലിറ്റിയൊക്കെ, അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ച്? അല്ല, ഇവിടെ പരിചയമില്ലാത്ത പല കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ മുൻകൂട്ടി ചോദിച്ചിട്ട് വേണ്ടേ വരാനായിട്ട്. അപ്പോഴത്തേക്ക് എന്താണ് വിഷ്ണു പറയാം, അച്ഛാ ഇങ്ങനെയൊന്നും പറയല്ലേ, എടാ ശ്യാമയുടെ കാര്യം എന്തായി, എനിക്ക് മറ്റൊന്നും അറിയണ്ട, ശ്യാമയുടെ കാര്യം എന്തായെന്ന് അറിയത്തില്ല അച്ഛാ, രോഹിത് പിന്നെ വിളിച്ചിട്ട് എന്താണ് ഫോൺ എടുത്തിട്ടില്ലല്ലോ, അപ്പോഴത്തേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുവാണോ എന്നൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ പലതും സംഭവിക്കും. വീട്ടിലെ ഐശ്വര്യത്തിനെ പുറത്താക്കി വിട്ടിട്ട് ഐശ്വര്യം കെട്ടതിനൊക്കെ വീട്ടിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പലതും വീട്ടിൽ സംഭവിക്കാതെ ഇരിക്കത്തില്ല എന്നൊക്കെ വന്ന് രാഘവേട്ടൻ അങ്ങനെ പറയുന്ന കാർത്തികയെ നല്ലപോലെ കുത്തി തന്നെ പറയും. അപ്പോൾ ഈ കാർത്തിക് എന്താണ് മനസ്സിലാകുന്നത്, അപ്പോൾ ഞാൻ എന്താണ് ഐശ്വര്യം ഇല്ലാത്തവൾ എന്നല്ലേ ഈ കാർത്തികന് പറഞ്ഞെന്നുള്ളത് കാർത്തിക് മനസ്സിലായിട്ട് അതിൻ്റെ ഒരു ഭയങ്കര എന്താണ് ഒരു അസ്വാരസ്യം കാർത്തികയുടെ മുഖത്ത് കാണാറുണ്ട്. അപ്പോഴത്തേക്കാണ് കറക്റ്റ് എന്താണ് നേരെ കാറ് മുറ്റത്ത് വരുന്നത് നമ്മുടെ ഈ സത്യഭാമയും വരുന്നുണ്ട്, അതുപോലെ തന്നെ രോഹിത്തും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം എന്നിട്ട് ശ്യാമന്തി എന്ന് പറഞ്ഞിട്ട് എല്ലാം നോക്കുമ്പോൾ ശ്യാമ ഇതുവരെ കാണുന്നില്ല. അപ്പോൾ ശ്യാമയെ കാണാതെ ഇരിക്കുമ്പോഴത്തേക്കും അയ്യോ ശ്യാമയ്ക്കിനി എന്ത് പറ്റി കാണും, ശ്യാമ അടിച്ചു പോയി കാണുമോ എന്ന് കാർത്തിക മനസ്സിൽ
ചിന്തിക്കുമ്പോഴത്തേക്കും അടുത്ത കാറടാ വരുന്ന അതാണ് ശാലിനിയുടെ കളക്ടറിൻ്റെ കാർ വരുന്നത്. ശാലിനി ഉണ്ടല്ലോ, അപ്പം മിക്കവാറും ഇനി അതിൻ്റെ പിറകെ പോലീസിൻ്റെ ജീപ്പും കൂടെ കാണും. ഇന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകും ഉറപ്പാണ്. കാരണം എന്തെങ്കിലും ശ്യാമയ്ക്ക് പറ്റി കാണും. ഈ മജിസ്ട്രേറ്റ് വാക്കും കേട്ട് ഞാൻ ഈ ജയിലിൽ പോയി ഇരിക്കേണ്ട വരുമല്ലോ എന്ന് നമ്മുടെ ഈ കാർത്തിക ഭയങ്കര ചിന്തിച്ച് പേടിക്കുമ്പോഴത്തേക്കും ശാലിനിയുടെ കാർ കണ്ടിട്ടാണ് കാർത്തിക് മുട്ടടിച്ച് വിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ശാലിനി കാറിൽ നിന്ന് ആദ്യം ശാലിനി ഇറങ്ങുന്ന കാണുമ്പം നമ്മുടെ രാഘവേട്ടൻ്റെ സർപ്രൈസ്, അത് ശാലിനി മോള് വന്നിരിക്കുന്നത് വീണ്ടും. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വിഷ്ണു നിൽക്കുകയാണ്, ശാലിനിയോ എന്ന് നോക്കുമ്പോഴത്തേക്കും ശാലിനിയുടെ കാറിൽ നിന്നാണ് നേരെ നമ്മുടെ ശ്യാമ പുറത്തിറങ്ങുന്നത്. ശ്യാമയുടെ ആ ഒരു നടത്തെയും ആ ഒരു മട്ടൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം രാഘവേട്ടന് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ശ്യാമ ഇറങ്ങുന്നത് ഒന്ന് വീഴാൻ പോകുമ്പോൾ അപ്പോൾ നോക്കി നടക്കണ്ടേ മോളെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമ അറിയാം, ഇനി ഞാൻ നോക്കി നടന്നില്ലെങ്കിൽ ഇനി ഞാൻ വീഴുമല്ലേ എന്ന് ശ്യാമ വയ്ക്കുമ്പോഴത്തേക്കും ഇതെന്തോ ശ്യാമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നടക്കുന്ന നമ്മുടെ ആ ഗൈനൊക്കെ അവിടെ ചിന്തിക്കണം. ശാലിനി, കഥ ഇതുവരെ പോയതൊക്കെ നീ എഴുതിയതും നിനക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നീ പോലും അറിയാത്ത സ്ക്രിപ്റ്റാണ് ഇനി നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ശാലിനി, എല്ലാം എന്താണ് പ്രശ്നങ്ങൾ സോൾവ് ആയി നീ വിഷ്ണു ഒന്നിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അവർ ചിന്തിക്കുകയാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ എന്താണ് ശ്യാമയുടെ ഈ ഒരു പ്രവർത്തനം കണ്ട് എല്ലാം ഞെട്ടി നിൽക്കും. അങ്ങനെ ശ്യാമയെ ശാലിനി പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ശാലിനി ശാരദമ്മക്ക് അകത്ത് കയറാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന മുറ്റം വരയിലേ എത്തിയത്. ആ മുറ്റത്തേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന സത്യഭാമയുടെ സ്വഭാവം മാറി. സത്യഭാമ പറയുന്നുണ്ട്, ശാരദാമ്മയ്ക്ക് ശാരദാമ്മയുടെ മകളെയും കൂട്ടിയിട്ട് അകത്ത് വരാം, ശാരദാമ്മയ്ക്ക് മാത്രം. അപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, ശാലിനിക്ക് അകത്ത് കയറാൻ പ്രവേശനമില്ല എന്ന രീതിക്കത്. അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ടെന്നാണ് നമ്മുടെ ശ്യാമേനെ അകത്തേക്ക് കയറ്റുവാണ്. ഈ ശ്യാമയെ അകത്തേക്ക് കയറ്റി കഴിയുമ്പോഴാണ് അടുത്ത പുകിൽ കാണുന്നത്. അപ്പം കുഞ്ഞേച്ചിയെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ശ്യാമ നേരെ ചെന്ന് ഈ സത്യഭാമയുടെ കൊങ്ങയ്ക്ക് കുത്തി പിടിച്ചു, എടീ നീ എൻ്റെ കുഞ്ഞേച്ചി ഇങ്ങോട്ടേക്ക് കയറ്റത്തില്ല അല്ലേ, എൻ്റെ കുഞ്ഞേച്ചി നീ ഇറക്കി വിടുമല്ലേടി എന്ന് പറഞ്ഞിട്ട് എടി എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമയുടെ നേരെ ആഞ്ഞോട് സത്യഭാമയുടെ കൊങ്ങയ്ക്ക് കയറി അങ്ങ് പിടിച്ചെന്താണ് കുത്തിനെ പിടിച്ചങ്ങ് കൊല്ലാൻ പോകുന്ന രീതിയിലേക്ക് എന്താണ് സത്യഭാമയുടെ ആ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും സത്യഭാമ എന്താണ് പിടിച്ചങ്ങ് എന്താണ് താക്കുവാണ്. അത് കണ്ടിട്ട് എന്താണ് രാഘവൻ്റെ കയ്യോ ഇതെന്ത് പറ്റി എടീന്ന് വിളിക്കുന്നത്, സത്യഭാമയുടെ കൊങ്ങ കയറി പിടിക്കുന്നു, നീ എൻ്റെ കുഞ്ഞേച്ചി ഇറക്കിയിടുമല്ലേടി, നീ എൻ്റെ കുഞ്ഞേച്ചി കയറണമെന്ന് അറിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ശ്യാമ ഡയലോഗ് സത്യഭാമയ്ക്ക് പോലും കിള്ളി പറന്നിരിക്കുന്ന അവസ്ഥയ്ക്കതാണ്. കാരണം എന്താണ് ഇങ്ങനെ പോയാൽ മിക്കവാറും പണി പാളും എന്നത് എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ ഇനി ശാലിനി ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ രാഘവേട്ടൻ പറയുന്നത്, ബാമേ നിൻ്റെ ഈ അഹങ്കാര വശമൊക്കെ മാറ്റി ശ്യാമയുടെ ജീവിതമാണ്. ശ്യാമയുടെ ജീവിതം എന്ന് പറയുമ്പോൾ ശ്യാമയുടെ മാത്രമല്ല രോഹിത്തിൻ്റെയും അവളെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്, അവളുടെയും ജീവിതമാണിത്. ഈ സമയത്ത് നീ ഇങ്ങനെ കാണിച്ച് ശാലിനിയോടുള്ള വാശി കാണിച്ച് തീർക്കേണ്ട സമയമല്ല എന്നൊക്കെ രാഘവേട്ടൻ പറയുന്നതിലും ഇച്ചിരി എന്താണ് കൊങ്ങയ്ക്ക് ഒരു അടി കൊണ്ടാലും വേണ്ടിയില്ല എന്ന മട്ടിൽ തന്നെയാണ് ലാസ്റ്റിന് ഈ പെണ്ണുമ്പള നിൽക്കുന്നത്. ഈ സമയത്ത് എന്താണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെന്താണ് ഭക്ഷണം കൊടുക്കാനൊക്കെ പോകുമ്പം രോഹിത്ത് കൊടുത്താലും നമ്മുടെ ശ്യാമയ്ക്ക് ഭക്ഷണം വേണ്ട. കാർത്തികേനെ കൊണ്ടെന്താണ് ശ്യാമ എങ്ങനെയൊക്കെ പിടിച്ചെന്താണ് റൂമിലേക്ക് കൊണ്ടുപോയി. കാരണം ഇപ്പം പുതിയ മരുമകൾ കാർത്തികാണല്ലോ, അപ്പം മരുമകളാണെന്നല്ലോ അടുത്ത മരുമകളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് ശുശ്രൂഷകളൊക്കെ നടത്തണ്ട. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമ്പോഴത്തേക്കും കാർത്തിക് ഇനിയുള്ള പണി അങ്ങോട്ടേക്ക് വരുന്നേ ഉള്ളൂ. രോഹിത്ത് ആണെങ്കിൽ ഈ ശ്യാമയ്ക്ക് ഇച്ചിരി ഭക്ഷണം കൂട്ടി കൊടുക്കാനൊക്കെ നോക്കുമ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോഴാണ് പപ്പിമോള് വന്നിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതായത് ശ്യാമയുടെ തലയിൽ കെട്ട് കാണുന്നു. അപ്പോഴത്തേക്കും പപ്പിമോക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ശ്യാമയുടെ അത് കണ്ട് ഭയങ്കരമായിട്ട് എന്താണ് പപ്പിമോക്ക് ഭയങ്കര സങ്കടത്തിനെന്ന് പപ്പിമോൾ ഇരിക്കുവാണ്. അതിനുശേഷം എന്താണ് ഈ ഭക്ഷണം ഒന്നും കഴിക്കുന്നതെന്ന് പറയുമ്പം പപ്പിമോളും പറയും അമ്മ ഇച്ചിരി ഭക്ഷണം കഴിക്കുന്നതൊക്കെ പറയുമ്പം ഒട്ടും എന്താണ് അമ്മി നോക്കിയാലും ഇതൊന്നും നടക്കുന്നില്ല. ലാസ്റ്റ് ഈ സത്യഭാമ വരുവാണ് നേരിട്ട് തന്നെ, ഞാനിപ്പം കൊടുത്തങ്ങ് ഭക്ഷണം എന്താണ് ഓട്ടിപ്പിച്ചേക്കെന്ന് പറയുമ്പോഴത്തേക്കും സത്യഭാമയുടെ ഒരടവും ശ്യാമയുടെ മുന്നേ കേൾക്കുന്നില്ല. ശ്യാമ മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെ സത്യഭാമയോട് ഇനി എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യാൻ കരുതി കൂട്ടി തന്നെ ശ്യാമ ഇരിക്കണം. ശ്യാമയ്ക്ക് ശാലിനി ഇനി ആ വീട്ടിൽ കയറ്റിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ലാസ്റ്റ് നിർബന്ധത്തിന് വഴങ്ങി. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് പറയുമ്പോഴത്തേക്കും അത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ, അതായത് നാളെ കാണിക്കാനുള്ള എപ്പിസോഡിൽ ഇത് കാണിക്കുന്നത് എനിക്ക് ഉറപ്പില്ല, മറ്റന്നാളെ കാണിക്കാൻ ചാൻസ് ഉണ്ടാവും. രോഹിത്ത് എന്താണ് നേരെ പോയി എന്താണ് ശാലിനിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ശാലിനി എന്താണ് നമ്മുടെ സത്യമോളോട് ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാനും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അത് റോഡിൽ വെച്ച് നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റോറിക്കകത്തൊരു അപ്ഡേറ്റിനകത്ത് മാറ്റം ഉണ്ടെങ്കിൽ അതനുസരിച്ച് എന്താണ് അടുത്ത വീഡിയോയ്ക്കകത്ത് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതാണ് ഇനി ഉടൻ തന്നെ കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർ ലൈക്സിന് ആരും മറക്കണ്ട. ബൈ.